ഇന്നൊന്ന് കട്ടപ്പനയിലോട്ട് പോയാലോ? ആദ്യം തന്നെ ഒരു ഊബർ ഓട്ടോ വിളിച്ച് നമുക്ക് വൈറ്റ്ലയിലോട്ട് പോകാം. എന്നിട്ട് തീരുമാനിക്കാം എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം എന്ന കാര്യം. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി ഗായ്സ്, ഇവിടെ കണക്റ്റഡ് ബസ് ഇല്ല. അങ്ങനെ ഞാൻ ആദ്യം കോതമംഗലത്തിലോട്ട് ബസ് എടുത്തു. അതിനുശേഷം ഒരു കണക്റ്റഡ് ബസ് ഉണ്ടായി, അത് കട്ടപ്പനയിലോട്ട് പോകട്ടോ. അപ്പോൾ എനിക്ക് വന്ന റേറ്റ് നോക്കിയേ, 0 റുപ്പീസ്. അപ്പോൾ ആരെങ്കിലും ഗേൾസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തോട്ടോ. പ്രിയദർശിനി ബസ് നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും ചാടി കയറിക്കോ, ഒന്നും കൊടുക്കണ്ട. നമ്മുടെ ഗവൺമെൻറ് നമ്മളെ രക്ഷിച്ചുകൊള്ളും. അങ്ങനെ ഒരു 3-3.5 മണിക്കൂർ എടുത്തിട്ട് ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടോ. എനിക്കിവിടെ വരുമ്പം ഈ വഴികളൊക്കെ എനിക്ക് ഭയങ്കര എന്തോ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ കട്ടപ്പനയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു പഴയ ഒരു മെമ്മറിയിലോട്ട് പോയതുപോലെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു സംഭവം ഇതുവരെ വന്നിട്ടുണ്ടോ? അപ്പം നമ്മുടെ ആദ്യത്തെ സ്ഥലം എത്തി കേട്ടോ, അടിമാലി. ഇനി ഇവിടുന്ന് നമുക്ക് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകണം. എവിടെ പിക്ക് ചെയ്യാൻ ആൾ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു റൂമാണിത്, അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു നല്ല റൂം. അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്നെ അവിടെ കൊണ്ടുപോയി കേട്ടോ. നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം വേറെയാണ്, ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം വേറെയാണ്. ഈ ഒരു ഷൂട്ട് ചെയ്ത സ്ഥലത്തിനെ പറ്റി 2 വാക്ക് പറയുവാണെങ്കിൽ, ഇതൊരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അമ്മാവൻ ഒരു ചെറിയൊരു ഹോം സ്റ്റേ ഇതേപോലെ വാങ്ങിച്ചു. അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഈ ഒരു രീതിയിൽ സ്പെൻഡ് ചെയ്യണം എന്നൊരാഗ്രഹത്താൽ അവർ ചെയ്തതാണ്. ഒരാൾ തല മറഞ്ഞു പോയല്ലോ. അല്ല നോക്കണ്ട, ഇങ്ങനെ കാണിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, സ്മൈൽ, പോസ് മാറ്റ്. ഇവിടെ ചേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒരു ഫാമിലി ഗെറ്റുഗതറാണ് കേട്ടോ. സ്റ്റോറി മനസ്സിലാവുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഞങ്ങൾ എത്ര പേരാണ്, 6-7 പേര് ബാക്കിയുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണിച്ച് ഫാമിലി ആയിട്ട് ഈ ഒരു ഹോം സ്റ്റേ റിസോർട്ടിൽ വരുന്നു. ഇവിടെ ഞങ്ങളുടെ സ്റ്റേക്കേഷൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും അനിയത്തിയുടെയും അമ്മായിയുടെ ഒക്കെ മക്കളാണ് കേട്ടോ. ആ ഒരു വീഡിയോ റീൽ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ വിൻഡോ ഓപ്പൺ ചെയ്താൽ കാണുന്ന വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ ഷോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓരോ പാറലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്താ, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തോ? എനിക്കിവിടുത്തെ പ്രകൃതി ഭയങ്കര ഇഷ്ടമായി. ഒരു ചേച്ചി റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റീല് ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന കുഞ്ഞു ഭാഗവും അത് മൊത്തത്തിൽ കാണുന്ന ഞങ്ങളെയും നിങ്ങൾ കാണുക. റീല് ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ ഭാവങ്ങളാണ് ആ ചേച്ചിക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് ചേച്ചി പോലും അറിയാതെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. ചേച്ചി റൊമാൻറ്റിക് റീലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? മടുത്തും തോന്നുന്നു, അപ്പോൾ എടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് നൈറ്റ് വ്യൂ ആണ്. ചെറിയൊരു മഴച്ചാറ്റിൽ അതേപോലെ ഒരു ചെറിയൊരു ഫോഗും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ബർത്ത്ഡേ ആരുടെയാണെന്നല്ലേ, എൻ്റെയാണ് ബർത്ത്ഡേ. ഇത് ജൂലൈ ആണ്. ശരിക്കും എൻ്റെ ബർത്ത്ഡേ ഏപ്രിലാണ്. പക്ഷേ ഈ ഒരു സെലിബ്രേഷൻ ഞങ്ങളുടെ ഫാമിലിയുടെ ഒക്കെ കൂടെ ഒരുമിച്ച് ചെയ്യുവാണ്. ഡെക്കറേഷൻസൊക്കെ ക്യാമറമാൻ ഡയറക്ടറിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു തീകായലുണ്ടായിരുന്നു, ചെറിയൊരു ഷൂട്ട് ഇവിടെ, അതും പുറത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേ വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് വീണ്ടും രാവിലെ 5-6 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് വരുന്നു. രണ്ടും അടുത്തടുത്താണ് കേട്ടോ, ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇതാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേയുടെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഒരു വീടാണ്, പ്രോപ്പർ വീട്. ഇവിടെ തൊട്ടടുത്തായിട്ടൊരു റൂമുണ്ട്, ഒരു സിംഗിൾ റൂം. അവരെന്നോട് പറഞ്ഞത് ഇത്
ഹണിമൂൺ സ്പെഷ്യൽ റൂമാണ്. കാരണം ഫുൾ ഗ്ലാസ് ഫിനിഷാണ്. ഭയങ്കര ഒരു പ്രീമിയം ഫീലാണ് ഈ ഒരു റൂമിന്. കാരണം നമുക്ക് എവിടെ നിന്നാലും എല്ലാം കാണാം. ഇപ്പം പ്രകൃതിയാണെങ്കിലും പുറത്തെന്ത് നടക്കുന്നു. പിന്നെ ഒരു ജക്കൂസി ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് താഴെയായിട്ട്. ഷൂട്ടാണ് നമ്മളൊരു ജക്കൂസിയിലോട്ട് നെക്സ്റ്റ് ഷൂട്ടിന് പോകണം കേട്ടോ. കുറേ കാര്യങ്ങൾ ഞാൻ ലൈഫിൽ പഠിച്ചു കേട്ടോ. എൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂം തേർഡ് ആയല്ലേ, തേർഡ് കോസ്റ്റ്യൂം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് ഷൂട്ടിന് പോകാം. പൊറോട്ടയും മീൻകറി, പൊറോട്ടയുടെ ആൾക്കാർ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അപ്പം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ട്രക്കിങ്ങിന് പോകാൻ. എല്ലാവരും കഴിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഞാൻ ഇവിടുത്തെ മീനും അതേപോലെ തന്നെ വെള്ളപ്പം അപ്പവും ട്രൈ ചെയ്തു. ബെസ്റ്റ് കോമ്പിനേഷനായിരുന്നു. എൻ്റെ ഒരു ചോയ്സ് എന്തായാലും വെറുതെ അതിലൊരു എഗ്ഗും കൂടെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ് കേട്ടോ. ഞാനും ഓണർ ചേട്ടനും ഉണ്ടായി. അപ്പം എനിക്ക് ഇവിടെ വെച്ചിട്ട് മനസ്സിലായി, എനിക്ക് കാർ ഒരിക്കലും സെറ്റാവില്ല. ഞാനൊരു കാർ പേഴ്സൺ അല്ല. എനിക്ക് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള കാറിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സഫോക്കേഷനാണ് എന്ന സത്യം ഞാൻ വീണ്ടും 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 തിരിച്ചറിയുകയാണ്. പക്ഷെ ഞാൻ കുറേ സഹിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ, എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തി. പിന്നെ ഞങ്ങളുടെ ഷൂട്ട് വൈഡ് ഫോക്കസിന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ഞാൻ ജസ്റ്റ് റീലിന് വേണ്ടി ചെയ്താട്ടോ. അപ്പോൾ അവർ ഡ്രോൺ ഷൂട്ട് നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിനകത്ത് കുറേ ക്യാപ്ചർ ചെയ്തു കേട്ടോ ഫോട്ടോസൊക്കെ. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇഷ്ടമായോ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈനർ കൂടെ ആണല്ലോ. അപ്പം നിങ്ങൾ പറ, ഇതിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് നോക്കാം എവിടേക്കായിരിക്കും. ഹലോ ഗൈസ്, ഞങ്ങളൊരു ജീപ്പ് റൈഡിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് റൈഡാണോ ഷൂട്ടാണോ എൻജോയ് ചെയ്യാൻ വന്നത് കൺഫ്യൂഷൻ. ഹലോ, ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ട്രീ ഗാർഡനിലല്ല ഗൈസ്, തേയിലത്തോട്ടം. അത്ര മതി, അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. തേയിലത്തോട്ടം അത്ര മതി. ലക്ഷ്മി എസ്റ്റേറ്റ് തേയില പറിക്കാൻ പോകുന്നു. വീട്ടിൽ തേയില ഇല്ലാത്തതിന് ഞങ്ങൾ കുറച്ച് ഇലകളൊക്കെ പറിച്ചു തരും. അതിന്റെ പരിപാടിയിലാണ്. കുടിക്കുന്ന ചേച്ചിക്ക് എന്തിനാ തേയില സൈഡിൽ കുത്തി വയ്ക്കാൻ അലങ്കരിക്കാൻ. വീക്കെൻഡ്സിൽ ഞങ്ങള് തേയിലാണ് കുടിക്കാറ്. ചേട്ടാ, ജീപ്പ് ചേട്ടാ, സ്മൈൽ ബെസ്റ്റ് ടൈം. എടാ ഒരു ഹായ് പറയൂ. ഹായ്. ഹായ് ഇങ്ങനെയാ. ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഏലത്തിന്റെ നടുവ് കൂടെയാണ്. എന്തിനും ഇടാം. ഏലത്തോട്ടം കാണിക്കാം. ഏലത്തോട്ടം കാടാണ് കൂടുതൽ.
അങ്ങനെ ഞങ്ങൾ വെള്ളം നമ്മൾ ഏലക്ക കട്ടെടുക്കുവാണ്. പക്ഷെ എങ്ങനെയാ എടുക്കേണ്ടതെന്ന് അറിയോ? ഏലം കൈവച്ച് ഇങ്ങനെ പറിക്കാം. എൻ്റെ പൂവ് ഉണ്ടോ? വൈറ്റ് കളർ പൂവാണ്. നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഏലമാണ്. നല്ല സ്മെല്ലോ. ബ്ലാക്ക് കളറായിരിക്കും അതിന്റെ ഉള്ളിലുള്ളത്. ഇപ്പൊ വൈറ്റിലാണ് കിടക്കുന്നല്ലേ? നമ്മുടെ ബിരിയാണിയിലിടുന്ന ഏലക്കായാണ്. ഇപ്പം വെളുത്തിരിക്കുമെങ്കിലും കുറച്ച് കറുത്തിരിക്കും. പഴുത്ത് കഴിയുമ്പോ ആർക്കും അറിയത്തില്ല ഇത് ഫ്രഷ് വീഡിയോ. ബിരിയാണിയുടെ സ്മെല്ല്. ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയുമായിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത്. അതെന്താണെന്നല്ലേ? ഒരു അടിപൊളി വാട്ടർഫോളാണ്. ഇഷ്ടായോ? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചേട്ടാ. എന്താണ്? ലക്ഷ്മി ടീ എസ്റ്റേറ്റ് ആണ്. മാങ്കുളം. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടാറ്റ ടീ കമ്പനിയുടെ വിരിവാറ ഡിവിഷൻ, അതായത് ലക്ഷ്മി എസ്റ്റേറ്റിലെ വിരിവാറ ഡിവിഷൻ എന്ന് പറഞ്ഞ ഭാഗത്തോടെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വഴിക്കാണ് നമ്മൾ ആനയെ കാണാനായിട്ട് ആനക്കുളത്തേക്ക് നമ്മൾ നൈറ്റ് സഫാരിയൊക്കെ ആയിട്ട് പോകുന്നത്. ഇത് മൂന്നാറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസം സെന്റർ തന്നെയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ റൂട്ട്. മൂന്നാറിലെ അതിന്റെ ഒരു പ്രധാന റൂട്ടാണ്. ഏറ്റവും വിനോദസഞ്ചാരികളൊക്കെ ധാരാളം എത്തിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണിത്. മാങ്കുളം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ, അതായത് കേരളവും തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ വനമേഖലയാണ് മാങ്കുളം. അപ്പൊ ആ മാങ്കുളത്തിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോഴും കാട്ടാനെയും കാട്ടുപോത്തിനെയൊക്കെ നമുക്ക് ഒരു 20-25 മീറ്ററിനുള്ളില് ഈ ആനക്കുളത്ത് നിന്നാൽ കാണാൻ പറ്റും. ഇന്നലെയും ഇന്നലെ 15 ആന ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് 24 ആന ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഞങ്ങളുടെ ഈ പ്രൈവറ്റ് ഒക്കെ ഗ്രൂപ്പിൽ ഞങ്ങൾക്കത് മെസ്സേജ് കിട്ടും. അതെ, നമുക്ക് ലൈവ് അവിടെ ആന ഉണ്ടോ എന്ന് അറിയാനായിട്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു മൊബൈൽ ആപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ CCTV വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആ ആപ്പിൽ ചെക്ക് ചെയ്യുമ്പോൾ ആന വന്നിട്ടുണ്ടോ എന്നുള്ളത് CCTVയുടെ ഒരു ഫുട്ടേജ് ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് കിട്ടും. അപ്പൊ ഞങ്ങള് വരാൻ താല്പര്യമുള്ള ടൂറിസ്റ്റുകൾക്ക് ഞങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കും, ആനയുണ്ട് എന്ന് പറയും. ഞങ്ങൾക്ക് ആനയെ കാണണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് എപ്പോൾ വന്നാലും അങ്ങനെ ആനയെ കാണാൻ പറ്റില്ല. കാരണം വൈൽഡ് ആനിമലാണ് പോയത്. അതെ, അവിടെ സാധാരണ വെള്ളം കുടിക്കാനും തന്നെയാണ് വരുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആനയ്ക്ക് കാട്ടിൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടും. പക്ഷെ അവിടെ വരുന്ന ആനകൾ ഈ സാധാരണ വെള്ളം കുടിക്കാനല്ല. അപ്പൊ ഈ ആനയെ എപ്പോഴും കാണാൻ പറ്റുന്ന ആ ഭാഗത്ത് ഗ്രൗണ്ട് വാട്ടർ, അതായത് ആ ഗ്രൗണ്ട് വാട്ടർ അവിടെ വരുന്നുണ്ട്. ആ ആന വരുന്ന ആ സ്ഥലത്ത് നമ്മൾ ആ പുഴയിൽ സാധാരണ ആന ഇല്ലാത്ത സമയത്ത് അവിടെ ഇങ്ങനെ ബബിൾസ് പോലെ ഈ വെള്ളം പൊങ്ങി വരുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ആന വരുന്നത്. അതുകൊണ്ടാണ് ആനക്കുളം. ഞാനില്ലേ, എനിക്കിവിടെ വന്നപ്പം തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഇടുക്കിയെ പോലെ സുന്ദരമാണ് ഇവിടുത്തെ ആളുകളും അവിടെ മനസ്സ്. എനിക്കത് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഞാൻ ഈ ഒരു ഷൂട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിലും ഇവരൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ചിലപ്പം നമ്മൾ ഇഷ്ടം പോലെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടാവില്ല, കോൾ ചെയ്യുന്നുണ്ടാവില്ല, നേരിട്ട് കാണുന്നുണ്ടാവില്ല. പക്ഷെ ഈ മുഖങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. കാരണം ഇവരുടെ ആ സ്മൈൽ, ഇവരുടെ വർത്താനം, ഇവരുടെ ഓരോ ടോക്ക് എല്ലാം കൊണ്ടും ഇവരെനിക്ക് സന്തുഷ്ടരായിരുന്നു. അപ്പം ഈ ഒരു ഓർമ്മകൾ ഞാനിവിടെ വെക്കുമെന്ന് ചോദിച്ചാൽ വെക്കില്ല, എൻ്റെ മനസ്സിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഓർമ്മകൾ, ഒത്തിരി അധികം സ്നേഹം വാരിക്കോരി തന്ന ഈ മക്കളും ഈ അമ്മയും അനിയനും ചേട്ടനും എല്ലാവരോടും ഒരുപാടധികം നന്ദി. അവർ ഈ വ്ളോഗ് കാണുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ എങ്കിലും അവരെന്നും എൻ്റെ മനസ്സിൽ ഉണ്ടാവും കേട്ടോ. ഇങ്ങനൊരു മൊമെന്റ് എനിക്ക് തന്നതിന്
ലെനിൻ ചേട്ടനോട് ഒരുപാട് നന്ദി പറയാണ്. ലെനിൻ ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ചേട്ടന് മനസ്സിലാവും നമ്മൾ കുറേ എഫേർട്ട് എടുത്തു ഇവിടെ വന്ന് ഈ ഒരു ഷൂട്ട് ചെയ്യാൻ. കാരണം ഇവിടെ വരുക എന്ന് പറയുന്നത് അത്ര ആയിരുന്നില്ല. ഈ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ ചേട്ടൻ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഇടുക്കി കയറി. ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യമായിട്ട് എന്താ തപ്പുന്ന കണ്ണെങ്ങോട്ട് പിടിക്കുന്നില്ല. അങ്ങനെ ഒരു രാത്രി ഒരു ജക്കൂസി ഷൂട്ടും കൂടെ കഴിഞ്ഞ് ഈ യാത്ര ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാണ്. അപ്പം നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോകും. ടാറ്റാ.